കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ റൈസ് ആണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചീഞ്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ കടലപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഉഴുന്നിൻ്റെ കളറ് ചെറുതായി ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ചെറുതായിട്ട് കളറ് ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കളർ ചേഞ്ചായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടിയുടെ എണ്ണം നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കപ്പലണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ കപ്പലണ്ടിയും നല്ലതുപോലെ ഒന്ന് ചൂടായി ഒന്ന് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി വളരെ ചെറിയതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള 1/2 ടീസ്പൂൺ ഇഞ്ചി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ അളവ് ഒത്തിരി കൂടിക്കഴിഞ്ഞാലും നമ്മുടെ ലെമൺ റൈസ് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടുതലായിട്ട് നിൽക്കും. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഇഞ്ചി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ അതും മൂപ്പിച്ചെടുക്കുക. അങ്ങനെ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില അതിലേക്ക് ഉരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ഞാൻ 2 വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ എല്ലാതും നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് ബസ്മതി റൈസ് എടുത്ത് വേവിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഉപ്പിട്ടിട്ടില്ല, ഉപ്പിടാതെ വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുള്ള ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ്. അപ്പോൾ കുരുവൊക്കെ മാറ്റിയിട്ടുള്ള ചെറുനാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി എല്ലാം ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ആ ഒരു മസാലയും റൈസും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് അതൊന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടോ. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും അതുപോലെ ആ ഒരു പുളി നമ്മുടെ ലെമണിൻ്റെ ടേസ്റ്റ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലെമണിൻ്റെ ജ്യൂസും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലെമൺ റൈസ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ലെമൺ റൈസൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ചാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ലെമൺ റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. കാരണം ഒരു ചെറിയൊരു പുളിയുടെ ടേസ്റ്റും അതുപോലെ ആ കപ്പലണ്ടിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതുപോലുള്ള ചെറിയ വീഡിയോകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.